ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്നാണ് ക്രിസ്തു തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെ സ്നേഹിക്കണം എന്നുകൂടെ അവിടുന്ന് അടിവരയിട്ട് നമ്മോട് പറയുന്നുണ്ട്. പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇപ്രകാരമുള്ള ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയും. സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അല്ലെങ്കിൽ മാനുഷിക തലത്തിൽ അത് മനസ്സിലാക്കുന്നത് ഇഷ്ടങ്ങളായിട്ടാണ്. സ്നേഹവും ഇഷ്ടവും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടങ്ങൾ എപ്പോഴും താൽക്കാലികമാണ്. ഒരു പൂവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവും, എത്ര നാളാണ്? അത് വാടുന്നത് വരെ, കരിയുന്നത് വരെ. പിന്നെ അതെടുത്ത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. ഇതാണ് ഇഷ്ടങ്ങളുടെ പ്രത്യേകത. അത് താൽക്കാലികമാണ്. നമ്മൾക്ക് ഉപകാരമുള്ളതിനെ, നമുക്ക് കാര്യമുള്ളതിനെ, നമുക്ക് വേണ്ടതിനെ നമ്മളത് ചേർത്ത് പിടിക്കും. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് പൊതുവെ ഇഷ്ടം കൊണ്ടാണ്. എന്നാൽ സ്നേഹമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇഷ്ടങ്ങളെക്കാളും അധികമായിട്ട് നിൽക്കുന്ന മനസ്സിൻ്റെ കരുതലിന് പറയുന്ന പേരാണ് സ്നേഹം. അവിടെ നഷ്ടങ്ങളുടെ കണക്കൊന്നുമില്ല. കുരിശിലേക്ക് നടന്നു കയറിയ കർത്താവ് പറഞ്ഞെന്താ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന. സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ചങ്കോട് ചേർത്ത് വെച്ചതിനെ നഷ്ടപ്പെടുത്താൻ തയ്യാറായി എന്നുള്ളതാ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളതിൻ്റെ അർത്ഥം. പുത്രനായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പിതാവിനോടുള്ള തൻ്റെ വാക്ക് പാലിക്കാൻ ജീവൻ പോലും നൽകാൻ തയ്യാറായി. അതുകൊണ്ട് കുരിശിൽ അവൻ കയറിയിട്ട് സ്വർഗത്തെ നോക്കി പിതാവിനെ നോക്കി വിളിച്ചു പറയുന്ന കാര്യം എന്താ? എല്ലാം പൂർത്തിയായിട്ട് അപ്പൻ ഏൽപ്പിച്ച കാര്യം പൂർത്തിയാക്കാൻ വന്ന മകൻ വിളിച്ചു പറയുക, ജീവൻ നൽകിക്കൊണ്ട് വിളിച്ചു പറയണേ, എല്ലാം പൂർത്തിയായി. അവിടെ നേടാൻ വേണ്ടിയല്ല, കൊടുക്കാൻ വേണ്ടിയും നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയും വന്നവനാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത നമുക്ക് നൽകുന്നത്. ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമില്ലേ, സന്തോഷമില്ലേ, അതിനെ പറയുന്ന പേരാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത എന്നുള്ള കാര്യം. അതുകൊണ്ട് കുരിശിൽ അവൻ മരിച്ചത് എത്ര സ്വസ്ഥതയോടുകൂടിയാണ്. കാരണം എന്താ? അത് സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. നമുക്ക് നല്ല കട്ടിലുണ്ടെങ്കിൽ പോലും സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണില്ല. അവൻ കുരിശിൽ പോലും എത്ര സ്വസ്ഥതയോട് കിടന്നുറങ്ങി. കാരണം എന്താ? നമുക്കുള്ളതൊക്കെ ഇഷ്ടങ്ങൾ മാത്രമാണ്. ഇഷ്ടങ്ങൾ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും സ്നേഹത്തിൻ്റെ പൂർണ്ണതയും നമുക്ക് തരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെടുന്ന സ്നേഹത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുന്ന സ്നേഹത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയട്ടെ. ഇഷ്ടങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ്, കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കണം, എല്ലാം എനിക്ക് കിട്ടണം എന്ന മനോഭാവം വിട്ടുപേക്ഷിച്ച് അതിഷ്ടത്തിൻ്റെ രീതിയാണ്, പങ്കുവയ്ക്കലിൻ്റെ, പകുത്തു കൊടുക്കലിൻ്റെ ജീവിത ശൈലിയിലേക്ക് വളരുന്നതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അതിന് നമുക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഒന്നും എനിക്കെന്ത് കിട്ടും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. എന്നെക്കൊണ്ട് എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എന്നോട് ചേർന്നിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. കൊടുത്താൽ കൊടുത്തതിൻ്റെ പേരിൽ പരാതി ഉണ്ടാവില്ല. സ്നേഹമുള്ളിടത്ത് ഇനിയും കുറേ കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടി കൊടുക്കാമായിരുന്നു എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തല. എന്ന് വെച്ചാൽ കണക്ക് കൂട്ടി നോക്കി കൊടുക്കുന്നത് സ്നേഹമല്ല, അതിഷ്ടം മാത്രം. ഇവിടെ കണക്ക് കൂട്ടാതെ ഉള്ളത് മുഴുവനും കണ്ടില്ലേ, അവസാനത്തുള്ള രക്തവും വെള്ളവും വരെ ചങ്കിലുണ്ടായിരുന്നത് പോലും നൽകിക്കൊണ്ട് അവൻ സ്നേഹിച്ചപ്പോഴാണ് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത ലോകം അനുഭവിച്ചറിഞ്ഞത്.
ഇപ്രകാരം ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിലപാടെടുത്ത ഒരു വലിയ വിശുദ്ധൻ്റെ മെത്രാനും തിരുസഭ പണ്ഡിതനുമായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.